guys, welcome back to my YouTube channel again. So guys, ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളും അതുപോലെ എക്സൈറ്റിംഗും ആവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Guys, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ വെച്ചേക്കുന്നത്. ഒരു തമാശയ്ക്ക് വീഡിയോ തുടങ്ങുമ്പോൾ വെച്ചേക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് മീൻസ് ഫ്രം വൈബിങ് ബൈ ദാറ്റ്. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കുറേ വിവരങ്ങൾക്ക് ശരിക്കും സ്വാഗതം. കാരണം കൂടെ കൂടെ വീഡിയോ ഇട്ടിരിക്കണതാണ്. അപ്പൊ നിങ്ങളെ കാണിക്കാനൊന്നുമില്ല, എന്റെ മുടി ഒതുങ്ങിക്കാനും പിന്നെ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഫണ്ണിയാക്കാനുമായിട്ടാണ് ഞാൻ വെച്ചത്. ഇതൊക്കെ എന്റെ താത്തി ഇന്ന് എന്നെ കാണിക്കാൻ പോണ വീഡിയോ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കോമഡി സാധനങ്ങളൊന്നും വേണ്ട. എന്റെ താത്തി മൂന്നാറ് കടക്കിലാണ് മറയുടെ സ്ഥലത്തൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ടൂറിന് പോയിട്ട് വന്നപ്പോൾ 10ാം ക്ലാസ് ടൂറിന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് മേടിച്ചു കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ചില നിങ്ങൾക്ക് ഭയങ്കര ആയിട്ട് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുപോലെ എക്സൈറ്റിങ്ങും യൂസ്ഫുൾ ആവുന്ന ഒരു കുഞ്ഞു അത്രേ ഉള്ളൂ. അതിന് എന്റെ കുറച്ച് കുരുമണി സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കാണിച്ചത് അതിന്റെ ബഹളമാണ് ഇവിടെ കിടക്കുന്നത്. കാണിച്ചതായിരിക്കും കാണിച്ചു തരാതിരിക്കണത് മോശമല്ലേ? ഹായ് പറ. കഴിച്ചതിന്റെ കസിനും എന്റെ ബ്രദറും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഞാനും എന്റെ ബ്രദറും രണ്ടും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരു സിനിമ ഡ്രോയിന്റെ ഒരു സാധനം നമുക്ക് ഷെയർ ചെയ്യാവുന്നത്. അപ്പൊ തവള ചാടുന്നതല്ല ചാടി വന്നിട്ടുണ്ട്. ദേശത്താണ് എന്റെ കസിൻ ബ്രദർ എന്ന് പറയും. അപ്പൊ ഒരു സിനിമ ഡ്രോയിന്റെ ഒരു ബോക്സ് കളറ് പെൻസില് കവറുന്നൊരു സെറ്റ് നടക്കുന്ന ഒരു സംഭവമായിട്ടാ. അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതൊന്ന് കാണിച്ചിരാന്ന് അല്ലേ? ആ ഹായ് പറ. ഹായ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന അപ്പൊ നമുക്ക് കാണാം. അത് വെച്ചാൽ മതിയോ? അപ്പൊ നമുക്ക് കാണിച്ചു തുടങ്ങാം. ഇതിനകത്ത് വരണ എല്ലാ സാധനങ്ങളെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. കുറച്ച് പുറത്തുനിന്ന് കാണാം. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ സിബ് ലൈൻ ആയിട്ടുള്ളത് റീയൂസബിൾ. അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വെച്ച് തിരിച്ചടക്കി വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഫസ്റ്റ് ഇതിൽ സിനിമ ഡ്രോണിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് അടക്കം ഒരു കാർഡ്ബോർഡ് വരുന്നുണ്ട്. കാർഡ്ബോർഡ് പീസ് വേണ്ടേ? ആ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് പൗച്ചിലൊക്കെ കൊണ്ടുപോകേണ്ട പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് ഒരു ഡോൾഫിൻ ടൈപ്പ് എറേസർ ആണ്. ബാക്കിൽ ഹോളുണ്ട്. നമുക്ക് അത് എന്തുവാ, അത് ബ്ലൂ കളറാണ്. ഇതിന്റെ ബാക്കിലൊരു ഹോൾ വരുന്നത് നമുക്ക് പെൻസിലെ കൂട്ടില് ഇതുപോലെ എറേസർ ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇതൊരു എറേസർ ആട്ടോ. അത് അതല്ല സിനിമ ഡ്രോണിന്റെ ഫുൾ റേസർ വരുന്നുണ്ട്. കൊള്ളാവോ? അതാണ്ടോ എറേസർ നോർമൽ എറേസർ പടം ഉണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു കട്ടറാണ്. അപ്സരന്റെ കട്ടറാണ്. ശരിക്കും ബെട്ടർ. അപ്സര കട്ടറിന്റെ ബ്രാൻഡ് ഇല്ല കേട്ടോ. ബ്ലൂ കട്ടർ. പെൻസിൽ നമുക്ക് കാണിക്കാം. സിനിമ ഡ്രോണിന്റെ പടമൊക്കെ ഉള്ളത് നോർമൽ പെൻസിൽ തന്നെ. ബാക്കിൽ എറേസർ നോർമൽ പെൻസിൽ. സിനിമ ഡ്രോണിന്റെ അതുപോലത്തെ 2 എണ്ണം വരുന്നുണ്ട്. സെയിം പിക്ചർ ആണ്, 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു പെയിന്റും ഒരു സെറ്റ്, ചെറിയൊരു സെറ്റ് ഇതണക്കത്തെ ചെറിയൊരു എത്ര കളേഴ്സ് 1 2 3 4 5 6 കളേഴ്സ് വരുന്ന നോക്കാം. 6 കളേഴ്സ് വരുന്ന ഒരു ചെറിയൊരു പെയിന്റിങ് സെറ്റാണ് കേട്ടോ. അതില് ഒരു അത്യാവശ്യം നല്ല നീളമുള്ള പക്ഷെ കുറച്ച് നീളമുള്ള ഒരു ബ്രഷ് വരുന്ന ഒരു ബ്ലൂ കളർ നന്ദിതണക്കാണ്. എങ്ങനെ നന്ദിതണക്കല്ലേ എനിക്ക് ഇവരാണ് കാണിച്ചത് അത്. അപ്പം ഒരു ബ്രഷും അതുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കേട്ടോ ഒരു സെറ്റിനകത്തുള്ള 1 കട്ടർ, ഒരു എറേസർ, പിന്നെ ഒരു മൂട്ടി വെക്കുന്ന ഒരു ഡോൾഫിൻ എറേസർ, 2 പെൻസിൽസ് ആൻഡ് 1 ഇത് രണ്ടും അത്ര. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തൊരു എല്ലാത്തിനകത്തും കിട്ടണേ
ഇങ്ങനത്തെ ബോക്സിലെ എല്ലാത്തിൻ്റെ അകത്ത് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇങ്ങനത്തെ സെറ്റ് ഉള്ള എല്ലാത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ ബോക്സ് ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ള സിനിമൻ റോളിൻ്റെ നമുക്ക് കാണിക്കാം. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ കുറിയോമി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയാം, ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഇട്ടെങ്കിലും ഇത് നമുക്ക് നിങ്ങൾ നോക്കുമ്പോൾ നോക്കി മേടിക്കണം. ബോക്സ് വെട്ടിയിട്ടു ഏതായാലും വരണുണ്ടോ നിങ്ങൾ മേടിക്കുമ്പോ നോക്കി മേടിക്കണം. അയ്യോ വെട്ടല്ലേ 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 സാധനം നമുക്ക് ഇത്തരം അത് മൂന്നാറിന്ന് തെറ്റ് പറഞ്ഞിട്ട് കുഞ്ഞിക്കടയിലാണ് വെച്ചത്. ഇങ്ങനത്തെ കുറേ കുഞ്ഞിക്കട വലിയ ചേർന്നേർന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ കടയിലാണ് ഇട്ട് വെച്ചത്. എല്ലാം അങ്ങനത്തെ കടയാണ് ഉള്ളും. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ബോക്സിന് ഒരു ബാക്കി എല്ലാത്തിനും പറ്റിപ്പ് കാണിക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് പൊട്ടിയിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് അതാവുമ്പോൾ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ എങ്ങനത്തെ ഫിറ്റ് ചെയ്ത് വെച്ച് തുറക്കാൻ പറ്റത്തില്ല. തുറക്കുമ്പോൾ ഇളവി വരണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു ഹാപ്പി 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 ഒരു ബുക്കും കൂടി വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് പടമൊന്നുമില്ല കേട്ടോ, നോർമൽ പ്ലെയിൻ ബുക്ക്. അതും അഴുക്ക പേജാണ് കേട്ടോ, ഒട്ടും കട്ടിയില്ലാത്ത ഗ്രേ കളർ ടൈപ്പ് പേജാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. വൈറ്റ് കളറാണ്, ചെറിയ ഗ്രേ ഷെയ്ഡൊക്കെ വരുന്നൊരു അഴുക്ക പേപ്പർ, കട്ടിയില്ലാത്ത പേപ്പർ. പക്ഷെ കാണാനൊക്കെ കൊള്ളാം, പുറത്തുനിന്ന് കാണാനൊക്കെ കൊള്ളാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ സാധനം വരുന്നത്. 2 pencils, 1 eraser, 1 cutter, 1 box, 1 പെയിന്റ്, അതിൻ്റെ ബ്രഷ്, പിന്നെ പെൻസിൽ മുട്ടിക്കുന്ന ഒരു എറേസർ, ജോൾപിൻ, പിന്നെ ഒരു ബുക്ക്. ഇത്രയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒരു എപ്പോഴും യൂസ്ഫുൾ ആണ് ഒരു കവർ, പിന്നെ അഡ്വർടൈസ്മെന്റ് ഇതും കൂടി, കാർഡ്ബോർഡ് പീസ്. നമുക്കെല്ലാം ഒന്ന് വെച്ച് നോക്കാം അല്ലേ? ഇത് എങ്ങനെ വെക്കുന്നതും കൂടി നമുക്ക് ചെയ്യാം. എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ബുക്ക് വെച്ചു. നെക്സ്റ്റ് ബുക്ക് സൈഡിലോട്ട് എടുത്ത് വെക്കാം. ഏത് മറ്റേ സാധനം കൂടി. അപ്പൊ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമുക്ക് 2 പെൻസിൽ, അടിക്കാം. ഇതൊന്ന് വെച്ചോ, ഇത് വെച്ചോണ്ടിരിക്കുന്നു. ഒരു എറേസർ, എന്റെ ടോൾപ്പിന്റെ ബാല് മുറിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞാൻ വെക്കാറില്ല ഇത്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് ഇരിക്കുന്നേ ഉള്ളൂ, ഞാൻ വെക്കാറൊന്നുമില്ല സംഭവം. ഇങ്ങനെയാണെന്ന് തോന്നണം. ഇതെനിക്ക് അറിയിച്ചത്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞാ. നമ്മൾ പെയിന്റ് വെക്കുന്നത് ഈ സൈഡ് വെച്ചാണ് കേട്ടോ. ഇങ്ങനെ വെക്കേണ്ടത്. അതൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് വെക്കാം. നമ്മൾ ആദ്യം ബ്രഷ് ആണ് വെക്കേണ്ടത്. ബ്രഷ് വെച്ചിട്ടാണ് പെയിന്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രഷ് ഇളകിപ്പോകും. അല്ല, അപ്പം ബ്രഷ് ലോക്കായിരിക്കും. അതിനാണ് ഇവിടെ ഇങ്ങനത്തെ സാധനം. ഇത് തുറക്കണം എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ പഠിച്ചില്ല. ഇത് നമ്മൾ ബോക്സും ബുക്കും വെച്ചില്ലേ, നമുക്ക് ഈ സെറ്റും കൂടെ അങ്ങ് വെക്കട്ടെ. ഇത് കൂടി കയറ്റി അങ്ങ് വെക്കുക. എന്റെ പെൻസില് കുറെ നേരത്തിന് ശേഷം അത് എങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അഡ്വർടൈസ്മെന്റിന്റെ ഈ ബോക്സും കിട്ടും. ഇപ്പൊ ഇത് വെറുതെയാണ് ഞാൻ കാണിച്ചു തരാൻ കാണിച്ചത്. ഇപ്പൊ നോക്കിക്കോ, എല്ലാം വലിച്ചു ഇറക്കി എടുത്ത് നമുക്ക് വീണ്ടും പെയിന്റ് അടിക്കാനായിട്ട് വരും. എന്നിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തന്നെ. നമുക്ക്
ലൈക്കും ഷെയറും